ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ മുഖ്യ പരിശീലകനായതിനു ശേഷം പല മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ ബ്രസീലിയൻ ടീമിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ആരാധകർക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ബ്രസീലിയൻ ടീമിൽ വന്നിരുന്നില്ല. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലും ബ്രസീലിന് സമനിലകളും തോൽവികളും വഴങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലേക്ക് വലിയ കിരീട സാധ്യതയൊന്നും ഇല്ലാതെ എത്തിയ ടീമാണ് ബ്രസീൽ. പക്ഷെ ഓരോ മത്സരം കൂടുന്തോറും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു ബ്രസീലിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു പ്രത്യേക DNA ഉണ്ട്. ആ DNA ഇപ്പോൾ ബ്രസീലിലും എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രസീൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബ്രസീൽ ഒരു സൗഹൃദ മത്സരം ഫ്രാൻസിനെതിരെ കളിച്ചിരുന്നു. അന്ന് 1-2 ഗോളുകൾക്ക് ഫ്രാൻസിനോട് ബ്രസീൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഒരൊറ്റ മത്സരത്തിൽ പോലും ബ്രസീലിന് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതിനുശേഷം 7 മത്സരങ്ങൾ ബ്രസീൽ കളിച്ചു. ഒരു മത്സരത്തിൽ പോലും ബ്രസീൽ പരാജയപ്പെട്ടിട്ടില്ല. ഒരു സമനില വഴങ്ങേണ്ടി വന്നു. അത് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോക്കെതിരെയായിരുന്നു. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ബ്രസീൽ ഇപ്പോൾ ട്രാക്കിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമുക്ക് അവസാനത്തെ 7 മത്സരങ്ങളിലെ കണക്കുകൾ പരിശോധിക്കാം. 7 മത്സരങ്ങൾ കളിച്ചു, 6 വിജയങ്ങൾ, ഒരു സമനില, ഒരൊറ്റ തോൽവി പോലുമില്ല. 90.5% വിജയ ശതമാനമായിക്കൊണ്ട് വരുന്നത്. 20 ഗോളുകൾ നേടി, 6 ഗോളുകൾ മാത്രം കൺസീഡ് ചെയ്തു. 31 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ശരാശരി ഒരു മത്സരത്തിൽ 4.4 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 6 ബിഗ് ചാൻസുകൾ കൺസീഡ് ചെയ്തു. 0.9 ബിഗ് ചാൻസുകളാണ് ശരാശരി ഒരു മത്സരത്തിൽ കൺസീഡ് ചെയ്തിട്ടുള്ളത്. 5.3 ഷോട്ട്സ് പെർ ഗോൾ വരുന്നു. 12.2 ഷോട്ട്സ് പെർ ഗോൾ കൺസീഡഡ് വരുന്നു. 54.6% പൊസഷൻ വരുന്നു. ഇങ്ങനെയാണ് ബ്രസീലിന്റെ അവസാനത്തെ 7 മത്സരങ്ങളിലെ കണക്കുകൾ. മികച്ച പ്രകടനം ബ്രസീൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ക്രൊയേഷ്യയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് സാധിച്ചിരുന്നു. ഈജിപ്തിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനെയും ഈ കാലയളവിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ആരാധകർക്ക് ആശങ്കയുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കളിച്ച 3 മത്സരങ്ങളിലും ബ്രസീൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.